ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ട് ഒരു നെല്ലിക്ക ഉപ്പിലിട്ടതാണ് കാണിക്കാൻ പോകുന്നത്. നെല്ലിക്ക ഉപ്പിലിട്ടതുണ്ടെങ്കിൽ നമുക്ക് ചമ്മന്തിയൊക്കെ അരച്ച നല്ല ടേസ്റ്റ് ആയിരിക്കും. പുതുതലമുറയ്ക്ക് വേണ്ടിയായിരിക്കും കേട്ടോ ഞാനിത് കാണിച്ചു തരുന്നത്. കാരണം പഴയ ആൾക്കാർക്കെല്ലാം ഇത് അറിയായിരിക്കും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പം ഇതിനു വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് കാണിക്കട്ടെ. ഇതിനധികം ഇൻഗ്രീഡിയൻസിന്റെ ഒന്നും ആവശ്യമില്ല. ഇതിന് ഞാനൊരു 10-20 നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത്. ഒരു 350 ഗ്രാം കാണും. ഇത് കാന്താരിമുളക്, ഒരു വാളൻ കാന്താരിമുളകാണ് എടുത്തേക്കുന്നത്. ഇങ്ങനെ ഉപ്പിലിട്ടതൊക്കെ ഉണ്ടാക്കുമ്പോൾ കാന്താരിമുളക് എടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് അതിന്. കാന്താരിമുളക് ഇല്ലെങ്കിൽ സാധാ മുളക് എടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ഇതില് വെള്ളത്തിലിടുമ്പം അല്പം കൂടി നിൽക്കണം, അതിനനുസരിച്ച് ഉപ്പ് എടുക്കണം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വിനെഗർ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ കഴുകി വൃത്തിയാക്കി തുടച്ച് വെച്ചിരിക്കുന്ന, വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ല, തുടച്ച് വെച്ചിരിക്കുന്ന ഒരു ചില്ലു കുപ്പിയിലാണ് നമ്മൾ ഈ നെല്ലിക്ക ഇടുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ നെല്ലിക്കയും മുളകും നന്നായിട്ടൊന്ന് കഴുകി കൊണ്ടുവരാം. കഴുകി കൊണ്ടുവന്നതിന് ശേഷം അത് നന്നായിട്ട് തുടച്ചെടുക്കണം. അപ്പം നമുക്ക് കഴുകി കൊണ്ടുവരാം. കഴുകി വൃത്തിയാക്കിയ നെല്ലിക്ക നമ്മളിത് ഒരു തുണിയോ അല്ലെങ്കിൽ ടിഷ്യൂ ഉപയോഗിച്ച് നന്നായിട്ട് തുടച്ചെടുക്കണം. എല്ലാ നെല്ലിക്കയും ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല, നമ്മൾ തുടച്ചെടുക്കണം. ഇനിയിത് നമ്മൾ കഴുകി വൃത്തിയാക്കിയ നമ്മുടെ കാന്താരി മുളകും നന്നായിട്ട് തുടച്ചു വെക്കണം. ഞാൻ ഇങ്ങനെ ഞെട്ടൊന്നും കളയുന്നില്ല, നന്നായിട്ട് തുടച്ച് വെള്ളമില്ലാതെ വെക്കുകയാണ് കേട്ടോ. കഴുകി തുടച്ചു വെച്ചിരിക്കുന്ന നെല്ലിക്ക നമുക്ക് പതുക്കെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. കാരണം ഈ വരഞ്ഞു കൊടുക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഉപ്പും വിനാഗിരിയും മുളകും എല്ലാം കയറി നല്ല ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് വരഞ്ഞു കൊടുക്കാം. അപ്പം നമ്മുടെ എല്ലാ നെല്ലിക്കയും നമുക്കിങ്ങനെ വരയാം. ഈ നെല്ലിക്ക വരഞ്ഞ പോലെ തന്നെ നമ്മുടെ ആ കാന്താരി മുളകും പതുക്കെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. പെട്ടെന്ന് മുളകൊക്കെ ഒന്ന് ഇറങ്ങാനാണ്, ആ എരിവൊക്കെ ഒന്ന് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. എല്ലാ മുളകും അല്ല, ഒരു പകുതി മുളക് നമുക്ക് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. മുളകെല്ലാം നമ്മൾ ഒരു പകുതി മുളക് വരഞ്ഞു വെച്ചു, പകുതി അങ്ങനെ തന്നെ ഇട്ടു കേട്ടോ. അതിനുശേഷം നമ്മളിത് ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെള്ളം തിളപ്പിക്കാൻ പോവുകയാണ്. ഒരു 3/4 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. പാൻ അടുപ്പത്തേക്ക് വെച്ചു, തീ ഓൺ ചെയ്തു. ഇനി വെള്ളം ഒന്ന് തിളക്കട്ടെ. നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഈ ഉപ്പിന്റെ ടേസ്റ്റ് നമ്മളൊന്ന് നോക്കണം. ഉപ്പ് എപ്പോഴും കൂടുതലായിരിക്കണം, അതായത് ഒത്തിരി കൂടുതലല്ല, പക്ഷെ എന്നാലും ഒരല്പം കൂടുതലായിരിക്കണം. എന്നാലാണ് നമ്മുടെ നെല്ലിക്കയിലൊക്കെ ഉപ്പ് പിടിക്കാനുള്ളതല്ലേ. അപ്പൊ അതുകൊണ്ട് ടേസ്റ്റ് നോക്കി കുറവാണെങ്കിൽ കുറച്ചുകൂടെ ഇട്ട് കൊടുക്കണം. ഇതിനിപ്പം പാകത്തിന് ഉപ്പുണ്ട്, ഇച്ചിരി ഉപ്പ് കൂടുതലുണ്ട്. ഇപ്പം നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. ഈ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ നെല്ലിക്ക ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം നെല്ലിക്ക അങ്ങ് വെന്ത് പോകും, പിന്നെ അതങ്ങ് കുഴഞ്ഞു പോകും. അപ്പം അതുകൊണ്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ട് വേണം നമ്മുടെ നെല്ലിക്ക നമുക്ക് ഇട്ട് കൊടുക്കാൻ. അപ്പം നമുക്ക് ചൂടാറണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പത് നമ്മുടെ വെള്ളത്തിന്റെ ചൂടൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചില്ലു കുപ്പിയിലേക്ക് നെല്ലിക്ക ഇടാൻ തുടങ്ങാം. അതിനായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ആ പകുതി മുളക് ആദ്യം ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ നെല്ലിക്ക ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ വിനാഗർ ഒഴിച്ചു കൊടുക്കാം. ഇനി ബാക്കിയിരിക്കുന്ന നമ്മുടെ മുളകും കൂടെ ഇട്ട്
നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മുടെ വെള്ളം നന്നായിട്ട് തണുത്തതിന് ശേഷം, ഇപ്പൊ ഒരു ചെറു ചൂടൊക്കെ ഉണ്ടല്ലോ, നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം. നമ്മുടെ ഇപ്പം ഉപ്പിലിട്ട് ആ വെള്ളത്തിന്റെ ചൂടൊക്കെ ആറി ഇപ്പൊ നമുക്കിനി അടച്ച് വെച്ച് സൂക്ഷിക്കാം. 4-5 ദിവസത്തിന് ശേഷം നമുക്ക് ഇതെടുത്ത് ചമ്മന്തിയൊക്കെ അരയ്ക്കാനോ അല്ലെങ്കിൽ ചുമ്മാ തിന്നാനാണെങ്കിലും എന്നെ ടേസ്റ്റാന്നറിയാമോ? എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെല്ലിക്കയൊക്കെ കിട്ടുന്ന സമയത്ത് ആരും കളയരുത് കേട്ടോ. നല്ല വിറ്റാമിനൊക്കെ ഉള്ള ഒരു സാധനമല്ലേ. അപ്പം നമ്മൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.